എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിന്ന് കാണാൻ പോകുന്ന ബഹ്റിൻ കോട്ടയാണ്. ഈ കോട്ടയുടെ മറ്റൊരു പേര് ഖല്ലത്ത് അൽ ബഹ്റിൻ എന്നാണ്. ബഹ്റിൻ ഫോർട്ടിന്റെ കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലാണെന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു കോട്ട 4000 മുതൽ 5000 വർഷം പഴക്കമുള്ളൊരു കോട്ടയാണെന്നാണ് പറയുന്നത്. ഈ ഒരു കോട്ടയുടെ ചരിത്രം തുടങ്ങുന്നത് ദിൽമുൻ കാലഘട്ടത്തിലാണ്. ഇത് പുരാതന കാലത്ത് ലോകത്തിലെ തന്നെ സുപ്രധാന വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നാണെന്നാണ് പറയുന്നത്. ഈ കോട്ട ഒരു സ്ക്വയർ ഷേപ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് കോറൽ സ്റ്റോൺസ്, ലൈം സ്റ്റോൺ, കല്ല് എന്നിവയൊക്കെ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കോട്ടയ്ക്ക് വലിയ മതിലുകളും വാച്ച് ടവറും പാലങ്ങളും ഇരുമ്പ് പാതകളും ഒക്കെ ഉണ്ടായിരുന്നു. 7 സിവിലൈസേഷനുകളുടെ വസ്തുക്കൾ ഈ കോട്ടയിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ഒന്നാമതായി ഈ കോട്ട നിർമ്മിച്ചത് ദിൽമുൻ സിവിലൈസേഷൻ ആയിരുന്നു. അവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു ഈ കോട്ട. മെസപ്പൊട്ടേമിയ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നിവിടങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ വ്യാപാരത്തിന് വരുമായിരുന്നു. ഇവിടെ മെയിനായിട്ട് വ്യാപാരം നടത്തിയിരുന്നത് കോപ്പറും മുത്തും പെർഫ്യൂമും ഒക്കെ ആയിരുന്നു. കോട്ടയ്ക്ക് ചുറ്റുമുള്ള അവശിഷ്ടങ്ങളിൽ നിന്ന് അതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ദിൽമുൻ സംസ്കാരം ഇവിടെ നിലനിന്നിരുന്നത് 2200 BC മുതൽ 1700 BC വരെയാണ്. ഇത് വെറും ഒരു കോട്ടയല്ല, ഇവിടെ 4000 വർഷം പഴക്കമുള്ള നിരവധി സിവിലൈസേഷനുകളുടെ കഥയുള്ള ഒരു കോട്ടയാണിത്. കോട്ടയുടെ ചരിത്രം 2200 BC മുതൽ ആരംഭിക്കുന്നു. അന്ന് ബഹ്റിൻ ദിൽമുൻ സിവിലൈസേഷൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ദിൽമുൻ എന്ന് പറയുന്നത് പഴയ കാലങ്ങളിൽ മധ്യസ്ഥ വ്യാപാര കേന്ദ്രം എന്ന നിലയിലായിരുന്നു. മെസപ്പൊട്ടേമിയ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, അറബി രാജ്യങ്ങൾ എന്നിവയുമായി വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിച്ചിരുന്ന ദിൽമുൻ സംസ്കാരത്തിന്റെ പ്രധാന നഗരം ഇവിടെയായിരുന്നു. കോപ്പർ വ്യാപാരത്തിൽ ഇവിടം സുപ്രധാനമായിരുന്നു. ഒമാനിൽ നിന്നുള്ള കോപ്പർ ഇവിടേക്ക് കൊണ്ടുവന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുമായിരുന്നു. ഈ കോട്ടയ്ക്കുള്ളിൽ സൈനികരുടെ താമസ സ്ഥലങ്ങൾ, വ്യാപാര കേന്ദ്രങ്ങൾ, സ്റ്റോർ റൂമുകൾ, ജലസ്രോതസ്സുകൾ, വലിയ മതിലുകൾ, കിണറുകൾ വരെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഈ കോട്ടയുടെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ജലവിതരണ സംവിധാനമാണ്. ഇത് ദിൽമുൻ കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ്. പുരാതന കാലത്ത് ബഹ്റിൻ 2 കടലുകളുടെ നാടെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഒന്ന് അറബിക്കടലിൻ്റെ ഉപ്പുവെള്ളം, രണ്ടാമത്തേത് ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന ശുദ്ധജല ഉറവകൾ. ഈ ശുദ്ധജല ഉറവകളിൽ നിന്നുള്ള വെള്ളമാണ് കോട്ടയ്ക്കും അടുത്തുള്ള നഗരങ്ങളിലും കുടിവെള്ളമായിട്ടും കൃഷിക്കും ഒക്കെ ഉപയോഗിച്ചിരുന്നത്. ഈ കോട്ടയ്ക്കുള്ളിൽ കിണറുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കിണറുകൾ ദിൽമുൻ കാലഘട്ടത്തിൽ തന്നെ നിർമ്മിച്ചതാണ്. ഇവിടെ നിന്ന് ഏകദേശം 1,50,000-ലധികം പുരാവസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. പഴയ പോട്രി, ടെറാക്കോട്ട ഫിഗറുകൾ, പഴയ നാണയങ്ങൾ, കോപ്പർ ഉപകരണങ്ങൾ, ദിൽമുൻ മുദ്രകൾ, മത്സ്യബന്ധന ഉപകരണങ്ങൾ ഇവയെല്ലാം ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കോട്ട ഒരു വാണിജ്യ കേന്ദ്രമായതിനാൽ കടൽ തീരത്ത് വ്യാപാരത്തിന് വരുന്ന കപ്പൽകാരുടെ ആവശ്യത്തിനായി വെള്ളം സംഭരിച്ച് സൂക്ഷിക്കുന്ന സംവിധാനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. BC 600 ബഹ്റിൻ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു. അഖെമെനേഡ് സാമ്രാജ്യം ഈ കോട്ടയെ കൈയടക്കി. കോട്ടയുടെ കുറേ ഭാഗങ്ങളിൽ പേർഷ്യൻ സ്റ്റൈലുള്ള കുറേ ചിത്രങ്ങൾ, കല്ലിൽ കുത്തിവെച്ചിരുന്ന രൂപങ്ങൾ ഒക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. BC 323 ഹെലനിസ്റ്റിക് സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു ബഹ്റിൻ. അതായത് അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ കാലഘട്ടം. അതോടെ ബഹ്റിൻ ഗ്രീക്ക് ഇൻഫ്ലുവൻസിന്റെ കീഴിലായി. ഗ്രീസിൽ ഉപയോഗിച്ചിരുന്ന പുരാതന നാണയങ്ങൾ, കല്ലിൽ കൊത്തിയ ടെറാക്കോട്ട ഫിഗറുകൾ എന്നിവയൊക്കെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്.
7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക കാലഘട്ടം എത്തിയതോടെ ബഹ്റിൻ കോട്ടയും അതിൻ്റെ സമീപ പ്രദേശങ്ങളും ഖലീഫമാരുടെ ഭരണത്തിലെത്തിയിരുന്നു. മസ്ജിദ്, ഇസ്ലാമിക് അലങ്കാരങ്ങൾ ഈ കോട്ടയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ബഹ്റിൻ അടക്കം GCC മേഖലയിലെ കൂടുതൽ ഭാഗങ്ങൾ പിടിച്ചെടുത്തു. അവർ ഈ കോട്ടയെ പുതുക്കിപ്പണിത് ധാരാളം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തു. അതുകൂടാതെ സമീപത്തുള്ള കപ്പൽ താവളത്തിൻ്റെ സുരക്ഷയ്ക്കായി ഈ കോട്ടയെ ഉപയോഗിച്ചു. പിന്നീട് 17-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരെ പുറത്താക്കിയതിന് ശേഷം അൽ ഖലീഫ ഫാമിലി അടക്കമുള്ള അറബ് കുടുംബങ്ങൾ ഇവിടെ ആധിപത്യം ആരംഭിച്ചു. ആ കാലഘട്ടത്തിൽ ബഹ്റിൻ കോട്ട സൈനിക കേന്ദ്രമായും ഭരണകേന്ദ്രമായും ഉപയോഗിച്ചിരുന്നു. ബഹ്റിൻ കോട്ടയുടെ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കം ചേരുന്ന സിവിലൈസേഷൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് യുനെസ്കോ ഇതിനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് അംഗീകരിച്ചു. ഇവിടെ പണ്ട് കാലത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വെള്ളം കൊണ്ടുപോകാൻ മണ്ണുകൾ കൊണ്ടുള്ള പൈപ്പുകളാണ് ഉപയോഗിച്ചിരുന്നത്. ക്ലേ പൈപ്പുകൾ അതാണ് ഉപയോഗിച്ചിരുന്നത്. ബഹ്റിൻ കോട്ടയിലെ ജലചരിത്രം ദിൽമുൻ സംസ്കാരത്തിൽ നിന്ന് ആരംഭിച്ച് പേർഷ്യൻ, പോർച്ചുഗീസ്, ഇസ്ലാമിക കാലഘട്ടങ്ങളിൽ മാറ്റം വരുത്തപ്പെട്ട ഒരു ജല സംവിധാനമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ കോട്ടയുടെ മറ്റൊരു പേര് കല്ലത്ത് അൽ ബഹ്റിൻ എന്നാണ്. അത് അറബിക് പേരാണ്. ബഹ്റിൻ കോട്ട എന്നാണ് അതിൻ്റെ അർത്ഥം. ചരിത്രപരമായി ഇവിടെ പഴയ ദിൽമുൻ സിവിലൈസേഷൻ്റെ തലസ്ഥാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പല ചരിത്രകാരന്മാരും പുരാവസ്തു ശാസ്ത്രജ്ഞരും ഈ കോട്ടയെ ദിൽമുൻ കോട്ട എന്നും വിളിക്കാറുണ്ട്. ഈ കോട്ടയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ പഴയകാല ജല സംവിധാനം. കോട്ടയ്ക്കുള്ളിൽ തന്നെ കിണറുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കിണറുകൾക്ക് പുറമെ ജലശേഖരണ കുഴികൾ, മണ്ണ് പൈപ്പുകൾ എന്നിവ ഉപയോഗിച്ച് വെള്ളം ശേഖരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തതിൻ്റെയൊക്കെ തെളിവുകളൊക്കെ ഉണ്ട്. ദിൽമുൻ കാലഘട്ടത്തിൽ തന്നെ അവർ ഈ ജലസ്രോതസ്സുകൾ കൃത്യമായി ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇതിന് ചുറ്റും നമുക്ക് ധാരാളം കൃഷിയിടങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടുത്തെ ഈ വെള്ളം ഉപയോഗിച്ചിട്ടായിരുന്നു പണ്ട് ഇവിടെയുള്ള കൃഷിയിടങ്ങളിലൊക്കെ കൃഷി ചെയ്തിരുന്നതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നിവിടെ അവസാനിക്കുകയാണ്. ബാക്കിൽ നമുക്ക് ബഹ്റിനിലെ കോട്ട കാണാൻ പറ്റും. അപ്പം ബഹ്റിനിൽ വരുന്നവർ തീർച്ചയായിട്ടും ഈ കോട്ടയൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർ വന്ന് കാണണം. പക്ഷേ നമുക്ക് കാണാൻ പറ്റിയില്ല. നമ്മൾ ചുറ്റും നടന്ന കാഴ്ചകളൊക്കെയാണ് കണ്ടത്. ഇവിടെ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് അത് ക്ലോസ്ഡ് ആണ്. എന്തായാലും അടിപൊളി ഒരു കോട്ടയായിരുന്നു അല്ലേ? അതെ. ഇതിന് ചുറ്റും വെള്ളമായിരുന്നെന്ന് തോന്നുന്നു. കാര്യം എന്താ വെച്ചാല് വെള്ളം കിടന്നിരുന്ന പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അതെ, ഒറ്റ വാതിലേ ഉള്ളൂ ഇതിന്. പിന്നെ എന്തോ ഞങ്ങൾ കണ്ടതേ വെച്ച് ഞങ്ങൾക്ക് തോന്നിയ ഏറ്റവും വലിയൊരു കോട്ട, ഞങ്ങൾ കണ്ടതേ വെച്ച് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു കോട്ടയായിട്ട് ഫീൽ ചെയ്ത ഈ ഒരു കോട്ടയാണ്. ഒമാന്റെ കോട്ട കണ്ടല്ലോ, നല്ല പൊക്കത്താണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാലും നമുക്ക് ബീച്ച് വ്യൂ ഒക്കെ ഉണ്ട്. എന്നാലും ഇതെന്തോ താന്നിരിക്കുന്ന പോലെ, എന്താണെന്നറിയില്ല. എന്തായാലും ഞങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്നിവിടെ അവസാനിക്കാൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.